നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 687th day. Today 6th sloka of Pradhamaskandam 6th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 6ാമത്തെ ശ്ലോകം, 687 ദിവസം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി, മോക്ഷേഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 6ാമത്തെ ശ്ലോകം. ഏകാത്മജാ മേ ജനനി യോഷി മൂഢാച കിം കരീ മയ്യാത്മജേന നിന്യഗതോ അന്യഗതോ ചക്രേ സ്നേഹാനുബന്ധനം. ഓം തത്സത്. ഏകാത്മജാ മേ ജനനി യോഷി മൂഢാച കിം കരീ മയ്യാത്മജേന നിന്യഗതോ ചക്രേ സ്നേഹാനുബന്ധനം. ഓം തത്സത്. പദം പിരിക്കേണ്ടത് ഏകാത്മജ മേ ജനനി യോഷി മൂഢ, യോഷിത് എന്നാണ് അത് ചേർത്ത് യോഷി മൂഢ, യോഷീൻ മൂഢ ച കിം കരീം മയി ആത്മജേ അനന്യഗതൗ ചക്രേ സ്നേഹാനുബന്ധനം. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. ഏകാത്മജ എന്ന് പറഞ്ഞാൽ ഒറ്റൊരു പുത്രൻ, ഞാൻ ഒരേ ഒരു പുത്രനോട് കൂടിയവളായ, മേ ജനനി എൻ്റെ അമ്മ, യോഷി സ്ത്രീ, യോഷിത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീ, മൂഢ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്ത, അനന്യഗതോ മയ്യാത്മജെ മയി എന്നിൽ, ആത്മജെ പുത്രനും, അന്യഗതിയില്ലാത്തവൾ അനന്യഗതോ അന്യഗതിയില്ലാത്തവളും, സ്നേഹാനുബന്ധനം ചക്രേ എന്ന് പറഞ്ഞാൽ ചെയ്തു, സ്നേഹാനുബന്ധനം സ്നേഹബന്ധത്തെ, അതായത് മാതൃസ്നേഹ നിമിത്തം ഞാൻ കുറേ കാലം അവിടെ തന്നെ താമസിച്ചു എന്ന് പറയുന്നതാണ് വിശദീകരിച്ച് പറയുന്നത്. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഏകപുത്രനായിരുന്നു, അത് അറിവില്ലാത്തവളും ദാസി മൂഢയുമായിരുന്നു. മൂഢ എന്ന് പറഞ്ഞാൽ സ്ത്രീയും അറിവില്ലാത്തവളും. അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നത്. ജ്ഞാനിയായിരുന്നെങ്കിൽ അങ്ങനെ ഒരു പുത്രസ്നേഹമൊന്നും ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ഒരു അമ്മ, സാധാരണ യഥാർത്ഥമായിട്ടുള്ള ഒരു അമ്മയായിരുന്നു. അതുകൊണ്ട് മൂഢയും അറിവില്ലാത്തവളും മൂഢയുമായിരുന്ന എൻ്റെ അമ്മയ്ക്ക് അന്യാശ്രയമില്ലാത്ത വേറെ ആരും ആശ്രയം ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ആ അമ്മ പുത്രനായ എന്നിൽ സ്നേഹം ബലമായി ഉറപ്പിച്ചിരുന്നു. സ്നേഹം കൊണ്ട് എന്നെ ബന്ധിപ്പിച്ചു. അതായത് മൂഢയായ സ്ത്രീ എന്ന് പറഞ്ഞത് അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണ്, അല്ലാതെ അമ്മയെ അധിക്ഷേപിക്കാനല്ല. സ്ത്രീയും അത്ര വലിയ അറിവും ഇല്ലാത്ത ആ അമ്മ എന്നെ സ്നേഹം കൊണ്ട് ബന്ധിച്ചു. കുറേ കാലം അതുകൊണ്ട് ഞാൻ ആ അമ്മയുടെ കൂടെ തന്നെ താമസിച്ചു എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അമ്മയ്ക്ക് താനൊരു ഏകപുത്രനാണ്. അന്യപുത്രന്മാരുണ്ടെങ്കിൽ നാരദർ അവിടെ വിട്ടു പോയാലും വേറെ ആളുണ്ടാവും. ഒറ്റൊരു പുത്രനായിട്ടുള്ള ആ അമ്മ എന്നെ സ്നേഹം കൊണ്ട് അവിടെ ബന്ധിച്ചു നിർത്തി, കുടുംബത്തിൽ തന്നെ നിർത്തി എന്ന് പറയുകയാണ്. ഭഗവാനിൽ ആരാധന വന്നു കഴിഞ്ഞാൽ പിന്നെ ലൗകികത്തിൽ ആഗ്രഹമുണ്ടാവുകയില്ല. എന്നാൽ അമ്മയുടെ സ്നേഹനിമിത്തം എനിക്ക് കുടുംബത്തിൽ തന്നെ നിൽക്കേണ്ടി വന്നു എന്ന് നാരദർ ഇവിടെ വ്യാസർ ഭഗവാന് പറഞ്ഞു കൊടുക്കുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. ഏകാത്മജാമീ ജനനി യോഷി മൂഢാച കിം കരീ മയ്യാത്മജേനന്യഗതോ അനന്യഗതോ എന്നാൽ മയ്യാത്മജേൻ അനന്യഗതോ ജേ നീട്ടി
മയ്യാത്മജേനന്യഗതോ ചക്രേ സ്നേഹാനുബന്ധനം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.